കമനീയ കിശോരമുഗ്ധമൂർത്തേः കളവേണുക്കൊണിതാദൃതാനനേന്തോः മമ വാചി വിജൃംഭതാം മുരാരേः മധുരിംണ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവത നിഷ്ണാതം നൗമിതം ലോകശങ്കരം. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മധുരാപട്ടണത്തില് നന്ദഗോപരെയും യശോദയെയും വേണ്ട പോലെ കാണുവാൻ വേണ്ടിയിട്ട് ഉദ്ധവന്റെ യാത്ര. ഉദ്ധവൻ ആ യശോദാനന്ദന്മാരുടെ എല്ലാ വാക്കുകളെയും അല്ലെങ്കിൽ ആ ഭഗവാനോടുള്ള ആ പ്രേമത്തിന്റെ ആധിക്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ നന്ദഗോപരോടായിട്ടും യശോദയോടായിട്ടും പറഞ്ഞു, എത്ര ഒരു ഭാഗ്യമാണ് ശരിക്കും നിങ്ങൾ, അല്ലേ? നിങ്ങൾക്ക് ആ കണ്ണനെ വേണ്ട പോലെ നിങ്ങളുടെ ഒരു ഉണ്ണിയായിക്കൊണ്ട് ഇവിടെ ആ കണ്ണനോടൊപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു ഭാഗ്യം പിന്നെ എവിടെയാണ് അവിടെ? ആ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പറഞ്ഞു 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 വന്ന് അവസാനം ഗദ്ഗദകണ്ഠനായിക്കൊണ്ട് ഉത്കണ്ഠഭരിതനായി ഒന്നും തന്നെ പറയാൻ ശക്തനാകാതെ, അത് തന്നെയാണോ നന്ദഗോപർ ഇത് പറയുന്നത് മുഴുവൻ ആ വാതിലിന്റെ അപ്പുറത്തിരുന്നു കൊണ്ട് യശോദാമ ഇതെല്ലാം അനുസ്മരിക്കുന്നു. യശോദ കണ്ണീര് പൊഴിച്ചുകൊണ്ട് ഇനി കണ്ണനെ കാണാൻ സാധിക്കില്ലേ, തനിക്കിനി ഒരു ആ സ്തന്യപാനം ചെയ്യാൻ അല്ലെങ്കിൽ ആ കണ്ണന്റെ ഒന്ന് മടിയിലെടുത്ത് ഇരുത്തി ആ മുഖത്തേക്ക് നോക്കി ഒന്ന് ആനന്ദിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും തനിക്കിനി കഴിയില്ലേ എന്നുള്ള രീതിയിൽ ആ കണ്ണനോടുള്ള ആ ഒരു വാത്സല്യം, കണ്ണനെ കുറിച്ച് തന്നെ പറയുമ്പോഴേക്കും അമ്മമാർക്ക് മക്കളെന്ന് പറയുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു വാത്സല്യം. ഈ വാത്സല്യം എങ്ങനെയാ വരുന്നത്? സ്നേഹസ്നുതപയോധര, സ്തന്യങ്ങൾ മുഴുവൻ നിറഞ്ഞു. ഇനി ആർക്ക് കൊടുക്കാനായത്? ഇനി ആർക്കാ എൻ്റെ ഈ സ്തന്യപാനം എനിക്ക് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ നന്ദഗോപർക്കും യശോദയ്ക്കും ഒക്കെ ഭഗവാൻ ശ്രീകൃഷ്ണനില് ഇത്രയധികം ഒരു സ്നേഹവാത്സല്യം ഉള്ളതായത് മനസ്സിലാക്കിയതായിട്ടുള്ള ഉദ്ധവൻ അവരോട് പറഞ്ഞു, ആരാണ് യുവാം ശ്ലാഘ്യതമോ നൂനം ദേഹിനാമിഹ മാനദ നാരായണേഖില ഗുരൗ യൽകൃതാമതിരീദൃശി. നിങ്ങള് എത്ര കണ്ട്, അല്ലെ, ദേഹിനാമിഹ മാനദ, ഞങ്ങൾക്കെല്ലാം അഭിമാനത്തെ നൽകുന്നവനായിട്ടുള്ള ഹേ നന്ദഗോപരെ, നിങ്ങളൊക്കെ ശരിക്ക് ശ്ലാഘിക്കപ്പെടേണ്ടവരാണ് ശരിക്ക്. കാരണം ഈ ലോകത്തിൽ ആകമാനം അഖില ഗുരുവായിട്ടുള്ള ആ നാരായണനില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് മനസ്സുറപ്പിക്കുവാൻ, അല്ലെ? ഇവിടെ ഇരിക്കുമ്പോ കണ്ണന്റെ കൂടെ, കണ്ണൻ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴോ
നോക്കൂ, എല്ലാം വിട്ട്, ലൗകിക സുഖങ്ങൾ പോലും വിട്ട് കണ്ണന്റെ ആയാസ്യേ, കണ്ണൻ തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തില് ഇങ്ങനെ കണ്ണനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ ആ മനസ്സ് നിറച്ച് ആ പരമ ഗുരുനാഥനായിട്ടുള്ള അല്ലെങ്കിൽ അഖില ഗുരുനാഥനായിട്ടുള്ള കണ്ണനെ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് യഥാർത്ഥത്തില് നിങ്ങൾ ശ്ലാഘിക്കപ്പെടേണ്ടവരാണ്. അതുകൊണ്ട് ആ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണ് ശരിക്കും? ഏതോ ഹി വിശ്വസ്യ ച ബീജയോനി രാമോ മുകുന്ദ പുരുഷ പ്രധാനം. യഥാർത്ഥത്തില് ഭഗവാൻ ആരാണ് ശരിക്ക്? സർവഭൂത ഹൃദയനാണ്. എല്ലാവരുടെയും ഉള്ളില് അന്തര്യാമി ആയിക്കൊണ്ട്, ബീജമായിക്കൊണ്ട്. കൃഷ്ണനും രാമന്റെയും കഥ പറയുന്നുണ്ട്, ബീജയോനി അല്ലെ? ഈ ബീജം എവിടെയാണ് അതിന്റെ സ്ഥാനം? പീഠം ഏതാണ്? യോനി അല്ലെ? അങ്ങനെയാണെങ്കിൽ ബീജമായിക്കൊണ്ട് കൃഷ്ണനും യോനിയായിക്കൊണ്ടതാ ബലരാമസ്വാമിയും. ഇങ്ങനെയല്ലേ ആ പാലാഴിയില് അനന്തശായി ആയിക്കൊണ്ട് ആ അനന്തശായി ആയിട്ടുള്ള ബലരാമന്റെ അല്ലെ ആ തൂമത്തയിൽ കിടക്കുന്നതായിട്ടുള്ള പുരുഷനായിട്ടുള്ള കൃഷ്ണൻ, അല്ലെങ്കിൽ ബീജമായിട്ടുള്ള ആ ശ്രീകൃഷ്ണൻ, അങ്ങനെയുള്ള ആ ബീജം അല്ലെ കൃഷ്ണനാണെങ്കിൽ ക്ഷേത്രം ശരീരമായിക്കൊണ്ട് ബലരാമൻ. അങ്ങനെ ആ ശരീരത്തിന്റെ ഉള്ളില് അന്തര്യാമി ആയിക്കൊണ്ട് സകലരുടെയും ഉള്ളിൽ വർത്തിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ, അല്ലെങ്കിൽ എന്തിനാണ് ബലരാമൻ പ്രകൃതി എന്ന് വേണേൽ പറയാം. ഇപ്പം അനാദികളായിട്ടുള്ള ഈ ജീവജാലങ്ങളുടെ ഒക്കെ അന്തർഭാഗത്ത് പ്രവേശിപ്പിച്ചുകൊണ്ട് അവരോടൊക്കെ അവരുടെയൊക്കെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എന്താണ്, അവയിൽ നിന്നും ഭിന്നമായിട്ടുള്ള ഒരു ജ്ഞാനസ്വരൂപൻ, അന്വീയഭൂതേഷു വിരക്ഷണസ്യ ജ്ഞാതസ്യ ചേഷാത ഇമൗ പുരാണൗ. അപ്പം അവയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ജ്ഞാനസ്വരൂപത്തിന്റെയും ഒക്കെ ഈശാത എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രാതാവ് അല്ലെ? നിയന്ത്രാതാവും ഒക്കെ ആയിട്ടുള്ളവരാണ് ഈ രാമകൃഷ്ണന്മാര്. അതുകൊണ്ട് യസ്മിഞ്ജന പ്രാണവിയോഗകാലേ ക്ഷണം സമാവേശ്യ മനോവിശുദ്ധം നിർഹൃത്യ കർമാശയമാശുയാതി പരാം ഗതിം ബ്രഹ്മമയോർക്കവർണ്ണ. അപ്പം ആ പ്രണയ വിയോഗ കാലത്ത് അല്പനേരമെങ്കിലും, എവിടെയാ ഈ വിയോഗം എന്ന് പറയുന്നത്? ഈ ശരീരത്തെ ഉപേക്ഷിക്കുമ്പം അന്തേ നാരായണ സ്മൃതി. അപ്പം ഈ പ്രാണനെ നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നത്, ആ സമയത്തെങ്കിലും അവിടെ മനോനൈർമല്യത്തോടുകൂടി ഈ രാമകൃഷ്ണന്മാരിൽ ധാരണ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നുമൊക്കെ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കർമ്മവാസനകളും ശേഷം നശിച്ച് ആ എന്താണ് അർക്കവർണ്ണ, ആദിത്യനെ പോലെ തേജോമയനായിട്ട് ആ ആത്മാനന്ദ സ്വരൂപമായിട്ടുള്ള ബ്രഹ്മഭാവത്തെ അത് കൈക്കൊണ്ടുകൊണ്ട് ഉടനെ തന്നെ ആ പരമോന്നത ഗതിയെ അവിടെ എത്തിക്കാൻ സാധിക്കുന്നു. അപ്പം എത്ര കണ്ട് ഭാഗ്യവാദികളാണ് നിങ്ങൾ. സദാസമയവും ആ ഭഗവാനെ നിരീക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ശരിക്കും രണ്ടും ഒരേ ഈശ്വരനായിട്ടുള്ള രാമകൃഷ്ണന്മാര് ഒന്ന് തന്നെയാണ് എന്നുള്ളൊരു ഭാവത്തെ അവിടെ കാണിച്ചു കൊടുക്കുന്നതോടെ അങ്ങനെയുള്ള ഈ ഒരു ഇതേ തത്വം തന്നെ നമുക്ക് സാഖ്യത്തിൽ കാണാൻ സാധിക്കും. പുരുഷ പ്രകൃതി എന്നുള്ള രീതിയിൽ ഇപ്പൊ താൻ സൃഷ്ടിച്ചതായിട്ടുള്ള ജീവജാലങ്ങളില് അന്തര്യാമിയായിട്ട് പ്രവേശിക്കുന്നതോടെ അതിലുപരി എന്താണ്, ചൈതന്യ രൂപത്തില് ആ ജീവൻ എന്നുള്ള ഒരു രീതി, ജീവരൂപത്തിൽ തന്നെ അവിടെ വർത്തിക്കുന്നു. അതാണ് ജ്ഞാനസ്യ ജ്ഞാതസ്യ ചേഷാത ഇമോ പുരാണോ, ജ്ഞാനസ്വരൂപനായിക്കൊണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ജീവൻ എന്നുള്ളത് അത് എപ്പോഴും മായയിൽ ബന്ധപ്പെട്ടിരിക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ എന്താണ്, ഈശ്വരത്വം വഹിക്കുന്ന ആരാണ്? നിയന്ത്രാതാവ് ആരാണ്? അത് ഈശ്വരൻ തന്നെയാണ് എന്ന് പറയാണ്, സാക്ഷിയായിട്ടുള്ള ഈശ്വരൻ തന്നെ. അപ്പം പ്രാണവിയോഗ കാലത്ത് ഈ ശുദ്ധ മനസ്സോടുകൂടി ക്ഷണനേരം എന്നവിടെ എടുത്തു പറയുന്നു, ക്ഷണം സമാവേശ്യ മനോ വിശുദ്ധം.
ആ ക്ഷണനേരം ഒന്ന് ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ പാപങ്ങളുണ്ടോ അല്ലെ, ആ പാപങ്ങളെ മുഴുവൻ, വാസനകളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് നമ്മളെ അത് നമ്മളുടെ ഉള്ളിലുള്ള അത് വേരോടെ എടുത്തു കളയും. പിന്നീട് ഒരു പുനർജന്മത്തിന് ഒരിക്കലും അതിന് കാരണമാകാത്ത രീതിയിൽ ഒരു ആദിത്യവർണ്ണനെ പോലെ തേജോമയനായിക്കൊണ്ട് ബ്രഹ്മഭാവത്തെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നു. തസ്മിൻ ഭവന്താഖിലാത്മഹേതൗ നാരായണേ കാരണമർത്യമൂർത്തൗ ഭാവം വിധത്താം നിതരാം മഹാത്മൻ കിം വാവശിഷ്ടം യുവയോ സുകൃത്യം. അതുകൊണ്ട് യശോദാനന്ദഗോപന്മാരെ, ഈ പ്രപഞ്ചത്തിന്റെ ആകമാനം ആത്മാവായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതെല്ലാം നന്ദഗോപർക്ക് അറിയാം. പക്ഷെ മായ കൊണ്ട് എന്താണ്, തന്റെ ഉണ്ണികളാണ് എന്നുള്ളൊരു തോന്നലില് അവർ സ്നേഹിച്ചു പോയി അവിടെ. അതിന് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ആത്മാവായിട്ടുള്ള ഭഗവാൻ അതിന് കാരണഭൂതനായിട്ടും, പിന്നെയോ ഇവിടുത്തെ ദേവകാര്യത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് മർത്യാവതാരം ചെയ്തു എന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള ആ മഹാത്മാവായിട്ടുള്ള ആ ശ്രീനാരായണനില് നിങ്ങൾക്ക് ഇരുവർക്കും, നന്ദഗോപർക്കായാലും യശോദാമയ്ക്കാണെങ്കിലും ഒക്കെ അത്യന്തം പ്രേമഭാവത്തോടു കൂടി നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഇനി ജന്മസാഫല്യം എന്താ ഉള്ളത്? ഇനി നിങ്ങൾക്ക് സുഹൃതത്തിന്റെ പേരില് എന്താ ഇനി ചെയ്യാൻ അവശേഷിക്കുന്നത്? ഒന്നുമില്ല എന്നർത്ഥം. അപ്പം ഈ സജ്ജനങ്ങളുടെ, യാദവരുടെ അധിപനായിക്കൊണ്ട് ഭഗവാനുമായിട്ടുള്ള കൃഷ്ണൻ അധികം വൈകിയല്ല, വേഗം തന്നെ ഗോകുലത്തിലേക്ക് വന്ന് അച്ഛനമ്മമാരെ കണ്ട് വേണ്ട പോലെ അവരുടെ പ്രിയത്തെ ചെയ്തു തരും എന്ന് ആ ഉദ്ധവൻ അവരെ പറഞ്ഞു അവിടെ സമാധാനിപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും, സർവജനങ്ങളെയും, വിശിഷ്യരായിട്ടുള്ള ഈ യാദവ ശ്രേഷ്ഠന്മാര് അവരുടെയൊക്കെ ആ ശത്രുവായിട്ടുള്ള കംസം അല്ലെ, ഹത്വാ കംസം രംഗമധ്യേ പ്രദീപം സർവസാത്വതാം യഥാഹവസമാഗത്യ കൃഷ്ണ സത്യം കരോതി തൽ. അവിടെ പറയുന്നുണ്ട്, ആ മല്ലരംഗത്ത് മല്ലയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനമ്മമാരോടായിട്ട് ഈ രാമ ആരാ അപ്പോ ഈ മല്ലയുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ആ അച്ഛനമ്മമാരെ കണ്ട് പറഞ്ഞിരുന്നു അവിടെ എന്താണ്, യൂയം യാത യൂയം പ്രജം താത വയം ച സ്നേഹ ദുഃഖിതാൻ ജ്ഞാതീൻ വോ ദ്രഷ്ടുമേഷ്യാമോ വിധായ സുഹൃദാം സുഖം. അല്ലയോ അച്ഛാ, നിങ്ങൾ വേഗം ഗോകുലത്തിലേക്ക് പൊക്കോളൂ. ഞങ്ങള് ഈ ബന്ധുക്കളുടെയൊക്കെ ക്ഷേമം വരുത്തിയതിനു ശേഷം കംസനെയും കംസവധവും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം വന്നോളാം എന്നുള്ള ആ ഒരു വാക്കാണ് യഥാർത്ഥത്തില് ഇവിടെ പറയുകയാണ് അല്ലെ. സമാഗത്യ സത്യം കരോതി തൽ. അന്ന് കൃഷ്ണൻ അച്ഛനമ്മമാർക്ക് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കും. അപ്പം അങ്ങനെയുള്ള ആ പറഞ്ഞ വാക്കിനെ സത്യമാക്കിക്കൊണ്ട് ഭഗവാൻ ഇവിടെ ഗോകുലത്തിലേക്ക് തിരിച്ചെത്തും എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. യഥാർത്ഥത്തില് നിങ്ങൾ എന്താണ് മഹാഭാഗ്യശാലികളായിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ കരയരുത്. കരയാനല്ലല്ലോ യഥാർത്ഥത്തില് കണ്ണനെ കുറിച്ച് ആലോചിക്കുവാനും കണ്ണനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ആ പുത്രഭാവത്തിൽ കാണാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യമല്ലേ അത് ജീവിതത്തില്? എന്തൊരു പുണ്യം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ട് ഖിദ്യതം മഹാഭാഗോ രക്ഷ്യത കൃഷ്ണമന്തികേ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കരയരുത്. കണ്ണൻ വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തും. കണ്ണനെ കാണാൻ സാധിക്കും ഇവിടുന്ന്. എങ്ങനെയാണ് കണ്ണൻ? അന്തർഹൃതി സഭൂതാനാമസ്തേ ജ്യോതിരിവൈധസി. വിറക് കൊള്ളിയിലെ എങ്ങനെയാണോ അഗ്നി എന്നതുപോലെയാണ് യഥാർത്ഥത്തില് എല്ലാ ജീവജാലങ്ങളുടെയും അന്തർഭാഗത്ത് കുടികൊള്ളുന്നവനാണ് ആ കണ്ണൻ. നഹ്യസ്യാസ്തി പ്രിയ കശ്ചിന്ന അപ്രിയോ വാസ്യമാനിന
നോത്തമോ നാഥമോ നാപി സമാനസ്യ സമോപി വാ. അപ്പം അങ്ങനെയുള്ള അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരിക്കലും ഒരു ദേഹാഭിമാനാദികളൊന്നുമില്ല അവിടെ. ആ കണ്ണനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് പറ്റിയത് അല്ലെ. കണ്ണനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എങ്ങും ഒരേ ഭാവം അല്ലെ, സമഭാവന മാത്രം. സമാനസ്യ സമോപിവ, ആ സമഭാവന മാത്രമേ ഉള്ളൂ. ആരെങ്കിലും അവിടെ മിത്രമായിട്ടോ പറയുന്നുണ്ടോ അവിടെ, ന മാതാ ന പിതാ തസ്യ ന ഭാര്യ ന സുതാദയാ ന ആത്മീയോ ന പരശ്ചാപി ന ദേഹോ ജന്മയേവച. അവിടെ പറയുന്നുണ്ട്, അവിടെ അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ ഭാര്യയോ സന്താനങ്ങളോ അതുപോലെ സ്വന്തക്കാരോ അന്യരോ അങ്ങനെയൊന്നുമില്ല കണ്ണനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ജന്മമുണ്ടോ, ജന്മവും ഇല്ല, ശരീരം പോലും ഇല്ലാത്ത ആ ചൈതന്യമാണ് യഥാർത്ഥത്തില് ആ കണ്ണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചാസ്യ കർമ്മവാ ലോകേ സദസൻ മിശ്രയോനിഷു ക്രീഡാർത്ഥ സോപി സാധൂനാം പരിത്രാണായ കൽപ്പതേ. ലോകത്തില് ഒരു പ്രാരബ്ധ കർമ്മമോടെ അനുഭവിക്കാനില്ല ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. ശരീരമില്ല ഭഗവാൻ, പിന്നെ എന്തിനാ പ്രാരബ്ധ അനുഭവിക്കുന്നത് അവിടെ. അതുകൊണ്ട് ആ സജ്ജനങ്ങളുടെ ഒക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടെ പലതരത്തിലുള്ള ആ പറയുന്നുണ്ട് അവിടെ സദസൻ മിശ്രയോനിഷു, പല ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് അതിനെ അത് മിശ്രമായിക്കൊണ്ടുമൊക്കെ ഉള്ള പല ഭാവങ്ങളിലൂടെ പല യോനികളിൽ വന്ന് ഭഗവാൻ അവിടെ അവതരിക്കുന്നു എന്ന് മാത്രം. ഈ ചൈതന്യം അപ്പം അത് മനസ്സിലാക്കാൻ സാധിക്കുക. ഇങ്ങനെ ആ ഭഗവാൻ അന്തര്യാമിയായിട്ട് നന്ദഗോപരുടെയും യശോദയുടെയും ഹൃദയത്തിലും ഉണ്ട് എന്ന് ധരിപ്പിക്കലാണ് അവിടെ ശരിക്ക്. അന്തികേ എന്നവിടെ പറയുന്നില്ലേ. അപ്പം യഥാർത്ഥത്തില് നിങ്ങളുടെ ഉള്ളിലുണ്ട് കൃഷ്ണൻ, നിങ്ങൾക്ക് എവിടെയാ ഇനി പോയി കാണാനുള്ളത്. അപ്പം ശരിക്ക് അവര് ഭാഗ്യശാലികളാണ് എന്നുള്ളത് മനസ്സിലാക്കി. അതായത് ഈ ദിവ്യ ചക്ഷുസുകളെ കൊണ്ട് തങ്ങളിൽ തന്നെ ദർശിക്കുവാൻ ഇടവരും എന്നുള്ളത് അവിടെ ആ അച്ഛനമ്മമാരെ വേണ്ട പോലെ അവിടെ പറയുകയാണ് അവിടെ. പിന്നെയോ ഈ ചൈതന്യം തന്നെയാണ് വിവിധ തരത്തില് അവതാരങ്ങളുടെ സ്വഭാവം അവിടെ കാണിക്കുന്നത്. ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും വാമനായിട്ടും ഒക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള അവതാരങ്ങളൊക്കെയാണ് സാത്വികമായിട്ടുള്ള അവതാരങ്ങളാണെങ്കിൽ. പിന്നെ രാജസമായിട്ടുള്ളത് എന്താണ്, പരശുരാമൻ തുടങ്ങിയതായിട്ടുള്ളതൊക്കെ രാജസം. പിന്നെയോ മത്സ്യാവതാരാദി അവതാരങ്ങളൊക്കെ എന്താണ്, താമസ നരസിംഹം തുടങ്ങിയതൊക്കെ ആ എന്താണ് മത്സ്യാദി താമസം. പിന്നെ പറയേണ്ടത് സദസൻ മിശ്രയോനിഷു എന്നാണ്, മിശ്രമായിട്ട് എന്ന് പറഞ്ഞാലോ സാത്വികവും രാജസവും ഇതെല്ലാം കൂടെ കൂടി നരസിംഹാവതാരം അല്ലെ, നരനുമല്ല സിംഹവുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ പലതരത്തില് അവതാരങ്ങളെയൊക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സത്വം രജസ്തമൈതി ഭജത്തെ നിർഗുണോ ഗുണാൻ ക്രീഡൻ അതീതോത്ര ഗുണൈ സൃജ്യത്യവധിഹന്ത്യജ. അതുകൊണ്ട് ഭഗവാൻ നിർഗുണനാണ് എങ്കിലും ഈ പ്രകൃതിയുമായിട്ടുള്ള സമ്പർക്കം മൂലം എന്താണ്, പ്രാകൃതങ്ങളായിട്ടുള്ള പല പല വേഷങ്ങൾ ഭഗവാൻ ധരിക്കുന്നു. സത്വം രജസ് തമസ്. പക്ഷെ നമുക്ക് ഈ മായയിൽ നമ്മൾ പെട്ടുപോവുകയാണ് അവിടെ. നമ്മൾ നമ്മളുടെ പുത്രന്മാരാണെന്നും എൻ്റെ കൂട്ടുകാരനാണെന്നും അല്ലെ. ഗോപികമാർക്കും ഗോപന്മാർക്കൊക്കെ എന്താണ് തങ്ങളുടെ കൂട്ടുകാരൻ, ഗോപികമാർക്ക് തൻ്റെ അല്ലെ ആ കാമദേവ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ തൻ്റെ കളിക്കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ അവര് അവിടുന്ന് ഭഗവാനെ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആ ഗുണങ്ങളെ അവലംബിച്ചുകൊണ്ട് അവനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആരാണ് ശരിക്ക് ജന്മാതിരഹിതനാണ് അല്ലെ. ഈ സംസാരത്തെയൊക്കെ മറികടന്നവരും ആണ് എങ്കിലും എന്താണ്, ഒരു ലീലാവിനോദമായിക്കൊണ്ട് ഇങ്ങനെ സത്വരജ തമോ ഗുണങ്ങളോടുകൂടി സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ അവിടെ നിർവഹിക്കുന്നു ഭഗവാൻ. യഥാ ഭ്രമരികാ ദൃഷ്ട്യാ ഭ്രാമ്യതീവ മഹീയത്തെ ചിത്തേ കർത്തരി തത്രാത്മാ കർത്തേവാഹം ധിയാ സ്മൃത. അങ്ങനെയുള്ള ആ കണ്ണൻ ആ കൺമിഴി ഒന്ന് ചുഴറ്റിയാൽ അല്ലെ, പറയാറില്ലേ ഭഗവാന്റെ പിഴികക്കുടിയിലെ ആ ഒരു രോമം ഒന്ന് ചലിച്ചാല്, ചില്ലി ലതകൾ ഒന്ന് ചലിച്ചു കഴിഞ്ഞാല് ഈ ത്രിലോകങ്ങളും മുഴുവൻ ഭസ്മമാകുന്ന ഒരവസ്ഥയാണ് അവിടെ. അപ്പം ആ കൺമിഴി ഒന്ന്
ചുഴറ്റിക്കൊണ്ട് ചുറ്റുപാടും ഒന്ന് ഭ്രമണം ചെയ്തു കഴിഞ്ഞാലോ? അപ്പം അത്രയേ ഉള്ളൂ. നമ്മളുടെ ഒക്കെ അവസ്ഥ എന്താണ്? നമ്മൾ തന്നെ ഇരുന്നു കൊണ്ട് ഈ കണ്ണുകൊണ്ടൊന്നും ചുറ്റും ഒന്ന് ഓടിച്ചു നോക്കൂ. ചുറ്റും ഓടിക്കുമ്പോ എന്താണ്? നമ്മൾ അവിടെ അനങ്ങുന്നുണ്ടോ? ഇല്ല, അല്ലെ? അല്ലെങ്കിൽ മറ്റ് പ്രകൃതി അവിടുന്ന് ഓടുന്നുണ്ടോ? നമ്മള് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അറിയാൻ സാധിക്കും, അല്ലെ? 2-3 ട്രെയിൻ അടുപ്പിച്ചടുപ്പിച്ചുണ്ടെങ്കിൽ മറ്റേ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. എന്ന പോലെയാണ് ഇന്ന് ഭ്രമിപ്പിക്കലാണ് ഇത് മുഴുവൻ. മായയെ കൊണ്ട് നമ്മളെ, അല്ലെ, ചിത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാനാണ് ഇതെന്നുള്ള തോന്നല് നമ്മളുടെ ഉള്ളില് കാരണമായിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തില് എന്താണ്? ഉള്ളിലുള്ള ആത്മചൈതന്യം, ആത്മാവ് പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ആ ശ്രീകൃഷ്ണൻ ഒരിക്കലും നിങ്ങളുടെ മാത്രം പുത്രനല്ല. പിന്നെ എങ്ങനെയാണ്? എല്ലാവരുടെയും പുത്രനാണ്, ആത്മാവാണ്, പിന്നെയോ അച്ഛനാണ്, അമ്മയാണ്. പറയുന്നുണ്ടോ അവിടെ? യുവയോരേവ നൈവായം ആത്മജോ ഭഗവാൻ ഹരി ന ഏവ ആത്മജ. അതാണ്, നിങ്ങളുടെ തന്നെ പുത്രനാണെന്ന് ധരിക്കരുത്. പിന്നെന്താണ്? സർവേഷാം ആത്മജോ ഹ്യാത്മാ പിതാ മാതാ സ ഈശ്വര. അവിടെ എല്ലാവരുടെയും പുത്രനായിട്ടും ആത്മാവായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും രക്ഷിതാവുമായിട്ട് ഒക്കെ ഭഗവാനെ അവരെല്ലാവരും സ്വീകരിക്കുന്നതോടെ. അപ്പം ഈ കണ്ണ് ചുഴറ്റുമ്പോൾ ചുറ്റുമുള്ളവയൊക്കെ തിരിയുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ചുറ്റുന്നത് എന്താണ്? ചുറ്റുന്നത് നമ്മളുടെ കണ്ണാണ്, അല്ലെ? മറ്റു വസ്തുക്കളാണോ ചുറ്റുന്നത്? അല്ലേ? നമ്മൾ പറയുന്നത് പോലെ മറ്റു വസ്തുക്കളല്ല ചുറ്റുന്നത്. അപ്പം അപ്രകാരം ആ ചിത്തം പ്രവർത്തിക്കുമ്പോൾ താനെന്ന ഭാവത്തിന്റെ സ്വാധീനം കൊണ്ടാണ് ശരിക്കും നമുക്ക് ആത്മാവാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും ഒരു തോന്നൽ മാത്രമാണ് നന്ദഗോപരെ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ്? ആ ആത്മാവിന് ശരിക്കും പറഞ്ഞ കർത്തൃത്വമൊന്നും ഇല്ല. ശരിക്കും ഒരു ബന്ധവും ഇല്ല. ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ബന്ധവും ഇല്ല. ഉണ്ടെന്നുള്ള ഒരു ആരോപണം, അത് ആണ് നമ്മളെയൊക്കെ ബാധിക്കുന്ന മിഥ്യ എന്ന് പറയുന്നത്. മിഥ്യയായിട്ട് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ സാക്ഷാൽ ഈശ്വരനായിരിക്കെ ആരെല്ലാം അവിടെ പുത്രഭാവത്തിൽ അവിടെ സ്നേഹിക്കുന്നു, അവിടെ വീക്ഷിക്കുന്നുണ്ട്, അവരുടെയൊക്കെ പുത്രനാണ്, അല്ലെ? പിതൃഭാവത്തിൽ ആരൊക്കെ വീക്ഷിക്കുന്നുണ്ട്, അവരുടെയൊക്കെ അച്ഛനാണ്. മാതൃഭാവത്തിൽ ആരൊക്കെയാണോ വീക്ഷിക്കുന്നത്, അവരുടെയൊക്കെ അമ്മയാണ്. അപ്പം അങ്ങോട്ടുള്ള ആ ഭാവത്തിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രതികരണമാണ് യഥാർത്ഥത്തില് ആ പരമചൈതന്യത്തിൽ നിന്നും എല്ലാവരും അനുഭവിക്കുന്നത് എന്ന് പറയാണ്. ഭൗതിക വീക്ഷണത്തില് ഈ ദേവകീ വസ്തന്മാരുടെ പുത്രനാണെന്നും അല്ലെങ്കിൽ യശോദാനന്ദഗോപന്മാര് വളർത്തിയെന്ന ഒക്കെ ഉള്ളു എന്നുള്ളതൊക്കെ എന്താണ്? ശരിക്ക് ആധ്യാത്മിക വീക്ഷണം കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല അവിടെ. കണ്ണന് ജന്മമുണ്ടോ? കണ്ണന് അല്ലേ? ഒന്നുമില്ല അവിടെ. ആര് വളർത്തിയാലോ ആര് ജനിപ്പിച്ചാലോ ഇങ്ങനെയൊന്നും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കള് ഇല്ലെന്നാണ് അർത്ഥം ശരിക്കും, അല്ലെ? ഭഗവാനൊരു പേരുണ്ട്, എന്താണ്? അജഹ, ജന്മമില്ലാത്തവൻ എന്ന് പറയുമ്പോ എന്താണ്? അച്ഛനമ്മമാരില്ലാത്തവൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പം ആ ദേവാവതാരം മാത്രം എന്നായിക്കഴിഞ്ഞാൽ അത് അധിദൈവം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ആധ്യാത്മ വീക്ഷണത്തില് ഇതിലൊന്നും അവിടെ സ്ഥാനമില്ല എന്ന് പറയാണ്. ദൃഷ്ടം ശ്രുതം ഭവിഷ്യൽ ധാസ്നുശ്ചരിഷ്ണുർമഹദൽപകം ച വിനാച്യുതാദ്വസ്തുതരാം ന വാച്യം സയേവം സർവം പരമാർത്ഥഭൂത. പിന്നെയോ ആ സത്യസ്വരൂപനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ഒരു വസ്തു പോലും ഇല്ല എന്നുള്ളതാണ്. ചരവും അചരവും സത്തും അസത്തും ഗുണവും അഗുണവും എല്ലാം ഈശ്വരനിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നതാണ്. പരമാർത്ഥമായിട്ടുള്ള യാതൊന്നുണ്ടോ അതെല്ലാം അദ്ദേഹം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് കഴിഞ്ഞതോ ഇനി ഇപ്പോൾ നടക്കുന്നതോ ഇനി വരാനിരിക്കുന്നതോ, അതായത് ഭൂതം വർത്തമാനം ഭാവി ഇവയും അതുപോലെ തന്നെ ഈ സ്ഥാവര ജംഗമങ്ങളായിട്ടുള്ളതും മഹത്തായതും പിന്നെന്താണ് ലഘുവായതും എല്ലാം അതെല്ലാം അവിടുത്തെ ഒരു വിഭൂതികളിൽ നിന്ന് അന്യമല്ല എന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കണം നന്ദഗോപരെ. അങ്ങനെ ഉദ്ധവരും നന്ദഗോപരും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
വാതിലിനപ്പുറത്ത് യശോദ കണ്ണീരൊഴിപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ കേട്ട് ആനന്ദിക്കുന്നു. ഇനി എന്നാ ഒരിക്കലും ഒരു ധ്യാനം അല്ലെ? യശോദാമ്മയുടെ ധ്യാനം എന്ന് പറയുന്നത് ആ മടിയില് ഉണ്ണി കിടക്കുമ്പോൾ ആ കണ്ണന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അല്ലെ, തൻ്റെ കണ്ണുകള് ആ കണ്ണന്റെ കണ്ണുകളിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം ഇനി അത് അനുഭവിക്കാൻ സാധ്യമല്ലേ എന്നുള്ള രീതിയിലേക്കൊക്കെ അങ്ങ് ചിന്തിച്ചു പോയി. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ വേദാന്തമായിട്ടോ അല്ലെങ്കിൽ ഈശ്വരനായിട്ടോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവിടെ തൻ്റെ ഉണ്ണിയെ ഇനി എന്നാ തനിക്ക് ആനന്ദിക്കാൻ സാധിക്കില്ലല്ലോ എന്നുള്ളൊരു വിഷമം. എന്തായാലും ആ രാത്രി മുഴുവൻ അവിടെ കഴിഞ്ഞു. പിന്നീട് പ്രഭാതമായപ്പോഴേക്കും ആ ഗോപികമാരുടെ അവര് പ്രഭാത ദീപമൊക്കെ കൊളുത്തിക്കൊണ്ട് അവിടെയുള്ള ആ വാസ്തുദേവതകളെയൊക്കെ പൂജിച്ചുകൊണ്ട് അവിടെ പറയുന്നുണ്ട്, ഗോപ്യ സമുദ്ധായ നിരൂപ്യ ദീപാൻ വസ്തൂൻ സമഭ്യർച്ച്യ ദധീന്യമന്ധൻ. അവിടെ ആ തൈര് കടയുവാൻ വേണ്ടി, കാരണം ഈ ഉദിക്കുന്നതിന് മുമ്പ് തൈര് കടയണം, എന്നാലേ വെണ്ണ കിട്ടുള്ളൂ. അതിനുവേണ്ടി നേരത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ആ ദീപങ്ങളൊക്കെ തെളിയിച്ച് പിന്നെ അവിടെ ഈ വാസ്തുദേവതകളെയൊക്കെ പൂജിച്ചു എന്ന് പറയുന്നത്. അതിനാണ് നമുക്കൊക്കെ അറിയാൻ യു പി ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അറിയാം, കോലം ഇടുക എന്നൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആ ഗൃഹത്തിന്റെ ഉമ്മറവും ഒക്കെ അടിച്ചുവാരി ചാണകം തെളിച്ച് അവിടെ കോലമിട്ട് ഒക്കെ എല്ലാം തയ്യാറാക്കിക്കൊണ്ട്, കാരണം എന്താണ്, അവർക്ക് അന്നും എന്നും ഇനി കണ്ണൻ വരുന്ന ദിവസം അല്ലെ, ഇതൊന്നും എന്നും ഭംഗിയായിട്ടിരിക്കണം തൻ്റെ ഗൃഹം അല്ലെ. നമ്മള് കർക്കിടക മാസത്തിൽ നമ്മൾ അല്ലെ ശ്രീ ഭഗവതിയെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി നമ്മൾ അഷ്ടമംഗല്യത്തോടു കൂടി ശ്രീ ഭഗവതിയെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മളുടെ ഗൃഹം തയ്യാറാക്കി വെക്കുന്ന പോലെ ഇവരെ നിത്യം എന്ന് പറഞ്ഞ പോലെയാണ്. ഇന്ന് കണ്ണം വരും, നാളെ കണ്ണം വരും എന്നുള്ള രീതിയിൽ ദാ അവിടെയൊക്കെ കോലമൊക്കെ ഇട്ടുകൊണ്ട് എല്ലാവരും ആ തൈര് കടയാൻ തുടങ്ങി. എങ്ങനെയാ തൈര് കടയുന്നത്? ഭുജ കങ്കണസ്രജ ചലന്നിതംബസ്തനഹാരകുണ്ടലത്വിഷൽകപോലാരുണ കുങ്കുമാനനാ. എന്തൊരു ഭാഗ്യം, എന്തൊരു വർണ്ണനയാണ് അവിടെ അല്ലെ. പണ്ട് യശോദാമ തൈര് കടയുന്ന സമയത്ത് പറയാറുണ്ട് അവിടെ അല്ലെ, ധാരാളം വളകൾ അണിഞ്ഞിട്ടുണ്ട്, ആ കുണ്ടലങ്ങൾ ധരിച്ചിരിക്കുന്നു, അരമണികള്, അതുപോലെ നൂപുരങ്ങള്, ഇതിന്റെയൊക്കെ ആ താള ശബ്ദത്തോടു കൂടിയാണ് യശോദാമ തൈര് കടയുന്നതെന്ന് പറയാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നന്നായി ആ തെളിയിച്ചതായിട്ടുള്ള ആ ദീപ ജ്യോതിയുടെ മുമ്പിൽ വെച്ച് ഇരുന്നു കൊണ്ട് ആ ഗോപികമാര് തൈര് കടയുമ്പോൾ ആ എന്താണ് കയറ് വലിക്കുന്നതായിട്ടുള്ള കൈകള് ഇളകും. അങ്ങനെ ഇളകുമ്പോ എന്തായി, ആ കൈകളിലുള്ള കുപ്പിവളകൾ മുഴുവൻ അവിടുന്ന് ചലിക്കും. അങ്ങനെയാകുമ്പോ അതിന്റെ ആ ശബ്ദം, അതുപോലെ തന്നെ ആ ഒപ്പം തന്നെ ആ എന്താണ് അവരുടെ ആ ശരീര അവയവങ്ങളും ഒക്കെ അതിനനുസരിച്ച് അവിടുന്ന് ചലിക്കുന്നു. ഇങ്ങനെ ഓരോന്നും ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന, പിന്നെയോ ആ കാതുകളിൽ അണിഞ്ഞിട്ടുള്ള ആ കുണ്ടലങ്ങളും ഒക്കെ ചലിക്കുമ്പോഴേക്കും ഇതെല്ലാം ഒരു താളമേളങ്ങളോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തില് തൈര് കടയുന്നത്. പോരാ, പിന്നെന്താണ്, ഉൾഗായതീനാമരവിന്ദലോചനം പ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി ദധ്നശ്ച നിർമ്മനന്ധനമശബ്ദമിശ്രിതോ നിരസ്യതേന ദിശാമമംഗളം. ഇനി അത് തന്നെയല്ല, അവര് ആ ശ്രീകൃഷ്ണനെ പോലെ ഉച്ചൈസ്തരം നാമം ജപിക്കുന്നു. അപ്പം ആ ഉദ്ധവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉദ്ധവൻ ആ സന്ധ്യാസമയത്ത് വന്ന സമയത്ത് കണ്ടതായിട്ടുള്ള ആ നാമം ജപങ്ങളും ഒക്കെ അവരറിഞ്ഞിട്ടില്ല, ഗോപികമാരറിഞ്ഞിട്ടില്ല. ആരാ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ഉദ്ധവൻ വന്ന കാര്യമൊന്നും അവരറിഞ്ഞിട്ടില്ല. അപ്പോഴും ഇവിടെ വരുമ്പോ നോക്കൂ, ആ കണ്ണനെ കുറിച്ചുള്ള ചിന്തകള് അച്ഛനമ്മമാരായിട്ടുള്ള നന്ദഗോപരുടെയും യശോദയിൽ നിന്ന് മനസ്സിലാക്കി. പോരാ, അവിടെയുള്ള ഗോപന്മാര്, ഗോപികമാര്, ആ വൃന്ദാവനത്തിലുള്ള പശുക്കള്, മാൻകുപ്പേടകള്, എല്ലാവരുടെ ഉള്ളിലും എന്താണ്, ആയാസ്യേ, കണ്ണൻ വരും, ഞങ്ങളുടെ കണ്ണൻ വരും, ഇന്ന് വരും, നാളെ വരും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ അവർ കണ്ണനെ കാണിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ കണ്ടുകൊണ്ടാണ് ഉദ്ധവൻ പ്രഭാതമായപ്പോഴത്തേക്കും ഈ ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോഴേക്കും അവിടെ പറയാണ്, ദാ ഗോവിന്ദ ദാമോദര മാധവേതി, ഗോവിന്ദ ദാമോദര മാധവ എന്ന് ഉച്ചൈസ്തരം
ആകാശം മുട്ടുവോളം അല്ലെ. ശരിക്ക് അവര് പറയാറുണ്ട്, ഞങ്ങൾ ചൊല്ലുന്നതായിട്ടുള്ള അല്ലെ ഈ നാമങ്ങൾ കേട്ട് വേണം സ്വർഗം പോലും ഉണരാൻ അല്ലെ. വന്ദേ നന്ദവ്രജ സ്ത്രീണാം പാതരേണു അഭീഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി. ഈ ഭുവനത്രയങ്ങളെ പോലും ഇന്ന് ഉണർത്തുന്നത് എന്താണ്? ഇവരുടെ ഈ ഉച്ചൈസ്തരത്തിലുള്ള ആ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് അല്ലെ. പ്രത്യൂഷശീലുദ്ധീതരായി കൈകഴുകി ഭദ്രദീപം കത്തിച്ചൂടൻ കട്ടത്തയിർ കടഞ്ഞിടുമ്പോൾ ആമോദത്തിൽ അമ്മാദത്താലമ്പാടിയിൽ പാടിയിടുന്നു ആമോദര രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ബാലസൂര്യരശ്മി ജ്വാലമൊത്ത പൊന്നിൻ ചൂലു കൊണ്ടു കാലത്തണി മുറ്റമെല്ലാം അടിച്ചിടുമ്പോൾ ആമോദത്താടമ്പാടിയിൽ പെൺകീടാങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ആരാമത്തിൽ നിന്നറത്തു കൊണ്ടുവന്ന പുഷ്പങ്ങൾ കൊണ്ടാരമ്യമാം ഉണ്ടമാല കെട്ടിയിടും നേരം തൂമിഴി നീർ തൂകിക്കൊണ്ടു ഗോപസ്ത്രീകൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ഉത്സാഹത്തോടിട്ട നേരം ജോലി കഴിഞ്ഞുണ്ണികളെ ഉത്സംഗത്തിൽ കേറ്റി വെച്ചു താലോലിക്കുമ്പോൾ സോമമുഖിമാരാം വ്രജ കന്യകമാർ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. ആ ഒട്ടൂരിന്റെ കവിത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഗോപികമാര് എന്തൊക്കെ പ്രവർത്തികൾ അവർ ചെയ്താലും ആ കണ്ണന്റെ രാമകൃഷ്ണ ദാമോദര മാധവ എന്നുള്ള ആ ഭഗവാന്റെ നാമങ്ങളും ആ ഭഗവാന്റെ അപദാനങ്ങളുമാണ് അവര് ഉച്ചൈസ്തരത്തില് അവിടെ ആലപിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ തൈര് കടയുന്ന ആ ശബ്ദവും അതും കേൾക്കുമ്പോഴെന്താണ് ഇതിനൊരു താളമായിക്കൊണ്ട് ഇവ രണ്ടും കലർന്നതിന്റെ ഫലമായിട്ട് അവിടെ എല്ലാം പരിശുദ്ധമാകുന്നു. ആ പ്രകൃതി മുഴുവൻ അവിടെ ഉണരുന്നു. അവിടെ ഈ ഒരു കീർത്തനങ്ങൾ കേട്ടുകൊണ്ടാണ് ആ പ്രകൃതി മുഴുവൻ ഉണരുന്നത്. ഇങ്ങനെ പലരും ഉണർന്ന പ്രാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ച് ആ ഈശ്വര ഭജന നിതരന്മാരായിക്കൊണ്ട് അല്ലെങ്കിൽ ഈശ്വരോന്മുഖമായിട്ടാണ് അവരുടെ കർമ്മങ്ങൾ മുഴുവൻ. സകല ജീവജാലങ്ങളും ആലോചിച്ച് നോക്കൂ, ഈ കീർത്തനങ്ങൾ കേട്ടോണ്ടാണ് അവിടുത്തെ മാൻപേടകളും മയിലും കുയിലും അതുപോലെ തന്നെ ഇതാ പശുക്കുട്ടികളും എല്ലാവരും ആ ഒരു വ്രജത്തിന്റെ ഒരു ഭാഗ്യം ഉദ്ധവൻ ആ ഒരു പ്രഭാതവന്ദനം കണ്ടതോടുകൂടി തന്നെ ഇതിനാണല്ലോ ഈ ഗുരുവായൂരപ്പൻ അല്ലെങ്കിൽ കണ്ണൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവരുടെ ആ പ്രഭാതവന്ദനം കേട്ടും ഭക്തി പാരവശ്യം കൊണ്ടും ഒക്കെ അത്ഭുത പരതന്ത്രനായിക്കൊണ്ട് ഇങ്ങനെ സ്തബ്ധനായിക്കൊണ്ട് ഉദ്ധവൻ അവിടെ നിന്നുപോയി എന്ന് പറയുകയാണ് അവിടെ. ഭഗവത്യുദിതേ സൂര്യേ നന്ദദ്വാരിവ്രജൗകസ ദൃഷ്ട്വാരഥം ശാതകൗംഭം കസ്യായമിത ഇതി ചാബ്രുവൻ. സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് ഉയർന്നു വന്നപ്പോഴേക്കും എന്തെന്നില്ലാത്ത പരപരാ വെളുത്തതോടുകൂടി വേഗം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗോപികമാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കണ്ണൻ വന്നോ എന്ന് അറിയുവാൻ വേണ്ടി അവര് വേഗം നന്ദഗോപരുടെ ഗോകുലത്തിലേക്ക് നോക്കി. അപ്പൊ അറിയാം ഗോകുലത്തില് രാവിലെ തന്നെ പ്രഭാതം ആവുന്നതിന് മുമ്പ് തന്നെ അവിടെ വെളിച്ചം അവിടെ പകർന്നിരിക്കും ഇവിടെ. കാരണം ഇന്ന് കണ്ണൻ വരും, നാളെ കണ്ണൻ വരും. നന്ദഗോപർക്കും യശോദയ്ക്കും കിടക്കുമ്പോഴത്തേക്കും രാവിലെ കണ്ണൻ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാം തയ്യാറാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഗോകുലം. ആ ഗോകുലത്തിലേക്ക് നോക്കിയപ്പോഴേക്കും എന്താണ്, ഭവനത്തിന് മുമ്പില് സ്വർണമയമായിട്ടുള്ള ഒരു രഥം കണ്ടു അവിടെ.
രഥം നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അവിടെ അവർ വിചാരിച്ചത്? അക്രൂരാഗത കിംവാ കംസസ്യാർത്ഥ സാധക ഏന നീതോ മധുപുരീം കൃഷ്ണ കമലലോചന. ആ രഥം കണ്ടപ്പം ഒന്ന് സന്തോഷിച്ചു അവര്. പക്ഷെ യഥാർത്ഥത്തില് ഇതിനു മുമ്പ് ഈ സ്വർണരഥമാണ് അവരുടെ ഉള്ളില് അല്ലെ അഗ്നിയിൽ പഴിപ്പിച്ചതായിട്ടുള്ള കനൽക്കട്ട കോരിയിട്ടതുപോലെ അവരെ ദുഃഖിപ്പിച്ചത് ഈ ഒരു സ്വർണരഥമാണ്. അക്രൂരൻ എന്നപ്പം അന്ന് പറഞ്ഞു അയാൾ അക്രൂരനൊന്നുമല്ല, അയാൾ ക്രൂരനാണ്. ക്രൂരൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സ്നേഹിച്ചതായിട്ടുള്ള കണ്ണനെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അയാള് ക്രൂരനല്ല, അതിക്രൂരനാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് ആ അക്രൂരനെ എന്നിട്ട് പറയുകയാണ് അവിടെ പരസ്പരം അവർ ചോദിച്ചു, ഇത് കംസന്റെ കാര്യം സാധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളുടെ ചെന്താമര കണ്ണനായിട്ടുള്ള ആ കണ്ണനെ മധുരയിലേക്ക് കൊണ്ടുപോയതായിട്ടുള്ള ആ ക്രൂരൻ വീണ്ടും വന്നതായിരിക്കുമോ? ഇനി എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇനി അല്ലെ ഞങ്ങൾ ഇന്ന് കണ്ണനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ അങ്ങനെയല്ല, ആ കംസ രാജാവിനെ കൊന്നല്ലോ, ആ രാജാവിന്റെ മന്ത്രിയല്ലേ, അപ്പം ആ മന്ത്രിയാണെന്നുള്ള ഒരു ഭാവത്തില് ഈ കൊന്നതായിട്ടുള്ള ഇനി കണ്ണന്റെ ആൾക്കാരെയും കൂടെ ഇനി കൊല്ലാമെന്ന് വിചാരിച്ചായിരിക്കും ഇനി ഇങ്ങോട്ട് വന്നത് അല്ലേ? ഇപ്പം നമ്മുടെ രാജാവായിട്ടുള്ള കംസന്റെ ശേഷക്രിയകളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇനി നമ്മളെ കൊന്ന് നമ്മളുടെ മാംസപിണ്ഡങ്ങളെ കൊണ്ട് അവിടെ ശേഷക്രിയകളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ടാണോ ഇനി ഇയാളുടെ വരവ് എന്നൊക്കെ അവര് പരസ്പരം അവരുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്ന ആ വികാരങ്ങൾ അവിടെ പ്രകടിപ്പിച്ചു. ഗോപികമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ആ സ്നാനകൃത്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി പ്രാതകൃത്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഉദ്ധവൻ അതുവഴി അവിടുന്ന് കടന്നുപോയി. അവരുടെ ആ ഒരു ഉദ്ധവന്റെ യാത്ര കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് അവരുടെ മനസ്സിൽ എന്തോ ഒരു ഹിമജലം വന്ന് മനസ്സിൽ തട്ടിയ പോലെ. കാരണം ആ ഗോപിക്കുറി, ആ പീതാംബരപ്പെട്ട്, ആ നീണ്ട് ഉരുണ്ടതായിട്ടുള്ള ആ നേത്രങ്ങള് നോക്കിയപ്പോഴത്തേക്കും കണ്ണനാണോ എന്ന് അവരങ്ങ് ഒരു നിമിഷം അവരൊന്ന് അവിടുന്ന് വിചാരിച്ചു. നോക്കി അടുത്ത് ചെന്നപ്പോഴാണ് കണ്ണനല്ല, കണ്ണന്റെ അനുചരനായിട്ടുള്ള ആളാണ് എന്നുള്ളത് മനസ്സിലാക്കിയപ്പം വീണ്ടും അവരുടെ മനസ്സങ്ങ് വേദനിച്ചു. ശരിക്കും വീണ്ടും അല്ലെ, നമുക്ക് ഒരു സാധനം വേണം എന്ന് വിചാരിച്ച് അതാണെന്ന് നമ്മളെ ഉറപ്പിച്ചുകൊണ്ട് അടുത്ത് ചെല്ലുമ്പോൾ അതല്ലാന്ന് വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യം കൂടുകയാണ് അവിടെ. ആ കണ്ണനോട് അങ്ങോട്ടുള്ള ദേഷ്യവും കൂടി കണ്ടുകൊണ്ടാണ് ആ 46-ാമത്തെ അധ്യായത്തില് പ്രഭാതം ആകുന്നത് വരെ ആ ഗോലസ്ത്രീകളൊന്നും ശരിക്കും പറഞ്ഞാല് ആ ഗോപികമാര് ഉദ്ധവൻ വന്ന വിവരം അറിഞ്ഞിട്ടില്ല. അവര് അക്രൂരൻ വന്ന അതേ രഥം അല്ലെങ്കിൽ അതേമാതിരി വേറൊന്നില് ആയിരിക്കും ഉദ്ധവൻ വന്നത് എന്ന് പറയുകയാണ് അവിടെ. അതുകൊണ്ട് അത് കണ്ടപ്പോഴേക്കും എന്തായി, അവര് പറഞ്ഞു ഈ അക്രൂരൻ, അവർക്ക് ശരിക്കും അക്രൂരൻ? അതിക്രൂരനാണ് ശരിക്ക്. ഇപ്പൊ ദുഷ്ടനായ കംസന്റെ കാര്യം സാധിപ്പിക്കുവാൻ വേണ്ടിട്ട് വന്നിട്ട് ഞങ്ങളെയും കൂടി ഇനി കൊന്ന് ഞങ്ങളുടെ മാംസം കൂടി കിട്ടിയാലേ അയക്ക് മതിയാവുള്ളൂ എന്നൊക്കെ രീതിയില് ആ മനസ്സിൽ ഉദിച്ചതായിട്ടുള്ള ആശയങ്ങൾ മുഴുവൻ അവരവിടെ പരസ്പരം പങ്കിട്ടു എന്ന് പറയാണ്. എന്തായാലും അവിടെ പറയുന്നുണ്ട്, അവസാനം പറയുന്നത് എന്താണ്? ഇതി സ്ത്രീണാം വദന്തീനാം ഉദ്ധവോഗാൽ കൃതാൻഹിക. ആൻഹിക കർമ്മങ്ങൾ എന്ന് പറയും. ആൻഹിക കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹസിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. ഒരു പകൽ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അവര് അവിടെ നിർവഹിച്ചു എന്ന് പറയാണ്. എന്തൊക്കെയാണ് പകൽ സമയത്തുള്ള കർമ്മങ്ങൾ? രാവിലെ ആയിക്കഴിഞ്ഞാല് ദൈവികം, അതുപോലെ പൈതൃകം, മാനുഷം, ഇങ്ങനെ 3 തരത്തിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ രാവിലെയുള്ള ആ ധൂപദീപാദികളെ കൊണ്ടുള്ള പൂജ, ദേവപൂജയൊക്കെ ചെയ്ത്, പിന്നെ പിതൃകൾക്ക് വേണ്ടതായിട്ടുള്ള ആ ഭൂതദയൊക്കെ ചെയ്ത്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് 5 രീതിയിലുള്ള കടങ്ങളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? ദേവകടം, പിതൃകടം, മനുഷ്യകടം, ഭൂതകടം തുടങ്ങിയതായിട്ടുള്ള ആ കടങ്ങളൊക്കെ വീട്ടുന്നത് എന്നും ഈ കർമ്മ പദ്ധതികളൊക്കെ അവിടെ ചെയ്യണം എന്ന് പറയാണ്. അപ്പം അവിടെ എന്ത് വേണം? സ്നാനം, അതുപോലെ തർപ്പണം, ജപം, ഹോമം, ദാനം, അതിഥി സൽക്കാരം, ഇതൊക്കെ നിത്യവും ആ വ്രജത്തില് ഗോപികമാര് ചെയ്യുന്നതൊക്കെ കണ്ട ആ ഉദ്ധവന്റെ ആ ഒരു മനോവികാരങ്ങള് ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി 47-ാമത്തെ അധ്യായത്തിലൂടെ കാണാം. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ആ പാരായണത്തിലേക്ക് ശ്രദ്ധിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.